ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജീപ്പ് റൈഡേഴ്സ് ഓഫ് റോഡ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് കുത്തിക്കഴപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോ പുഴേൻ്റെ അടുത്തും പിന്നെ എന്നാ പറയണ്ടേ കുന്നുമലൊക്കെ കയറ്റിയിട്ട് ജീപ്പ് മറിച്ചിടുന്നൊരു പരിപാടിയുണ്ട്. ജീപ്പ് മറിച്ചിടുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പൊന്നുപോലെ കൊണ്ടു കൊടുക്കുന്നൊരു സാധനത്തിനെ കൊണ്ടുപോയി മറിച്ചിടും. അത് എന്ന് വെച്ചാൽ അതിലുള്ള ആൾക്കൊന്നും പറ്റുമെന്നില്ലേ, അത് വേറെ കാര്യം. ജീപ്പ് മൊത്തത്തിൽ പോകും. അപ്പോൾ സംഭവം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഓഫ് റോഡ് പോകുന്ന ജീപ്പുകൾ മൊത്തം ഈ റാലിക്കും അതേപോലെ തന്നെ ഓഫ് റോഡിങ്ങിനും ഒക്കെ എടുത്തതിന് ശേഷം നല്ല എട്ടിൻ്റെ പണി വരും. അതെന്ന് വെച്ചാൽ പണിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ സ്പ്രിങ്ങിനും കാര്യങ്ങളൊക്കെ മൊത്തം എന്ന് വെച്ചാൽ വീഴുന്നത് ചുരുക്കം ചില വണ്ടികളെ വീഴും. പക്ഷേ എന്ന് വെച്ചാൽ ഓരോ പുഴേൻ്റെ അടുത്തൊക്കെ പോയി കീച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ജീപ്പ് കിട്ടിയാൽ ഒരു താറെന്നൊക്കെ കിട്ടിയാൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു വണ്ടിയാണ്. ഇതുവരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറെ കാര്യം. ഇനിയൊട്ട് എടുക്കാനും വലിയ പ്ലാനൊന്നുമില്ല, കാരണം വെച്ചാൽ വണ്ടി അറിയില്ല. അപ്പോൾ സംഭവം വെച്ചാൽ നമുക്ക് വണ്ടി അറിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടീനെ അത്രയും ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളികൾ എന്ന് പറഞ്ഞാൽ ഇതങ്ങ് പുഴയിലൊക്കെ അങ്ങ് കീച്ചിടലാണ്. ഈ പുഴയിലൊക്കെ കീച്ചിട്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ച് കിട്ടും, ഒരു വെള്ളത്തിലേക്ക് തന്നെ വണ്ടി കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ തീരുമാനമാകും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ആരാധിക്കുന്ന ഓരോ വണ്ടിയാണ് ജീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ. ജീപ്പുകളൊക്കെ എടുക്കുന്ന എന്ന് വെച്ചാൽ അത്രയും എഫേർട്ട് ഉള്ള ആൾക്കാരാണ്, അത്രയും എക്സ്പേർട്ടായ ആൾക്കാരാണ്. പക്ഷെ ഇവരിങ്ങനെ കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ എന്താ പറയണ്ടേ കഞ്ഞിയിൽ പാറ്റിയിടുന്നൊരു പരിപാടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊഫഷണൽ ടീംസ് ഉണ്ട്. അവർക്ക് മൊത്തത്തിൽ എന്താ പറയണ്ടേ ഇതൊരു പാരയാകുകയെന്ന് ചെയ്യാം. അവർക്ക് എവിടെയും റാലിയും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല ഇവന്മാരുടെ ഈ കഴപ്പമുണ്ട്. അപ്പോൾ അത്യാവശ്യം സഹായം ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇവരൊക്കെ ഓഫ് റോഡ് ടീംസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരെ പേര് കളയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ പുഴയിലേക്കും അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ ജീപ്പ് ഓടിച്ച് കയറ്റിയിട്ട് അപകടം വരുത്തി വെക്കുന്നത്. എന്നിട്ട് പിന്നെ നാട്ടുകാരെ കുറ്റം പറയും. കാരണം നാട്ടുകാർ ഒന്നും അനങ്ങിയിട്ടില്ല, നാട്ടുകാർ കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ പുഴയിലേക്ക് കീക്കാനാണ് ബോട്ട് കീച്ചാൽ പോരെ, ജീപ്പ് അങ്ങ് കീച്ചൊക്കെ അങ്ങ് അളക്കുന്ന. പിന്നെ ഓരോ ആളുടെ പിന്നെ കൺട്രോൾ പോലെ ഇരിക്കും അത് പുഴയിലെ ഉള്ളിലേക്കെല്ലാം എത്തിയിട്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ കണ്ടാൽ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ആ ജീപ്പ് കൊണ്ടുപോയിട്ട് കളയുന്നത് ഇത്രയും എന്നാ പറയണ്ടേ, ഇത്രയും പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു തെമ്മാടിത്തരം കാണിക്കുക. അത് പിന്നെ ഒരു RTO ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി. അതത്രയും പിന്നെ എന്നാ പറയണ്ടേ, പിന്നെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള RTO ആണ് നമ്മളെ കേരളത്തിലുള്ള. അപ്പോൾ അതിന് ശേഷം മുതൽ എന്ന് വെച്ചാൽ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് വരെ ഇടുക്കിയിൽ വിലക്ക് വന്നിട്ടുണ്ട്. ജീപ്പ് സഫാരി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്. 2-3 ആൾക്കാർ ഇങ്ങനെ കഴപ്പ് കാണിക്കുമ്പോൾ മറ്റുള്ളവരാണ് അതിൽ പെട്ടുപോകുന്നത്.